ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതെ ഗായ്സ്, നാളെ ആയിട്ട് എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതിൻ്റെ ഒരു ഗിഫ്റ്റ് പാക്കിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 8:30 ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിചാരിച്ചു വ്ളോഗ് എടുക്കാം. അപ്പോൾ ഗായ്സ്, ഒരാളുടെ ബർത്ത്ഡേ 22nd ഒരാളുടെ ബർത്ത്ഡേ 23rd വരുന്നത്. അപ്പോൾ ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് 2 പേർക്ക് കൊടുക്കാനുള്ള. പക്ഷെ നമ്മൾ വെറുതെ കൊടുത്താൽ പോരല്ലോ, നേരിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരാൾ മൺഡേ വരില്ല എന്ന് പറഞ്ഞത്. മൺഡേ ആണ് 23rd. അപ്പോൾ 23rd മൺഡേ, 22nd ആണ് വേറൊരാളുടെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് 22nd അന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മുടെ സ്കൂളൊന്നും വർക്കിംഗ് അല്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 22nd സെക്കൻഡിനുള്ള ബർത്ത്ഡേയും 23rd ആളുടെ ബർത്ത്ഡേയും ഞാൻ എന്ത് വിചാരിച്ചു, 2 ദിവസം മൺഡേ തന്നെ അന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരാളന്ന് വരില്ല, ബർത്ത്ഡേയുടെ അന്ന് വരുന്നില്ല. അപ്പോൾ പ്ലാനൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ, എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. പിന്നെ ഒരാൾ എൻ്റെ ജൂനിയറാണ്, ബട്ട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ 2 പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വ്ളോഗിൽ കൂടെ. അപ്പോൾ ഞാൻ വീണ്ടും കൂടെ പരിചയപ്പെടുത്തണ്ട. ആൻഡ് കൃഷ്ണേന്ദുൻ്റെയും പിന്നെ ആരുടെയാണ്, ഭൂമിയുടെയും ബർത്ത്ഡേ ആണ് വരുന്നത്. സോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഗിഫ്റ്റുകളൊക്കെ ഞാൻ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ആൻഡ് ബോക്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ബോക്സ് ഇവിടെ ഇതൊരെണ്ണം. അപ്പോൾ ഇത് കൃഷ്ണേന്ദുൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കുമ്പോൾ വെറുതെ എന്തായാലും അവൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് ഒരു അത്യാവശ്യം ട്വിസ്റ്റൊക്കെ ആക്കിയിട്ട് ഒരു പ്ലാന് വെച്ചിട്ട് കൊടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഇത് കണ്ടിട്ടില്ലേ കാർട്ടൂൺസിലൊക്കെ, ട്രഷർ ഹണ്ട്, അതുപോലെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അവൾക്ക്. അതായത് ഒരു ലെറ്റർ എഴുതിയിട്ട് അതായത് ഫസ്റ്റ് ഞാൻ തീരുമാനിക്കുന്നത് രണ്ടെണ്ണത്തിലും ഓരോ ഫസ്റ്റത്തെ ക്ലൂ ഒരെണ്ണത്തിൽ 2 പേജിലാക്കി ഇടണം. എന്നിട്ട് എന്ത് ചെയ്യുക, 2 കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അവൾക്ക് ഇങ്ങനെ ഏതിലൊരെണ്ണം ടാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും. രണ്ടാമത്തെ അവളുടെ വേറൊരു ബെസ്റ്റിയുടെ കയ്യിലാണ് കൊടുക്കണേ. അവളൊരു ബെസ്റ്റ് ഫ്രണ്ട് അതിൻ്റെയാണ് കൊടുക്കണേ. അത് അവൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ലാത്ത രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നത്തേതാണ് സ്വിച്ച് ബോർഡ് നോക്കുക. ക്ലാസ്സിൻ്റെ ഇതില്ലേ, ഞാനിങ്ങനെ ക്ലാസ്സിൻ്റെ പുറത്ത് വെക്കണം എന്ന് ആലോചിച്ചു. പിന്നെ അത് കുറേ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നമുക്ക് ഇൻ്റർവെല്ലൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങനെ കുറച്ച് സമയമുള്ള 2 ബ്രേക്ക് ഉണ്ടെങ്കിലും 20 മിനിറ്റ്സ് വെച്ചിട്ടുള്ളൂ. ഫുഡൊക്കെ കഴിച്ചതൊക്കെ ആവില്ലേ. പിന്നെ ഫ്രീ പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. നമുക്കിപ്പോൾ മറ്റേ ക്ലാസ്സൊക്കെ നടക്കണം കാരണം ഫ്രീ പീരീഡ് ലൈക്ക് PT അങ്ങനത്തെ ഒന്നും പീരീഡൊന്നും ഇല്ല നമുക്ക്. സോ ഞാൻ വിചാരിക്കുന്നുണ്ട് ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഓടിക്കളിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 3 ക്ലൂസാണ് ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചിട്ട് ഞാൻ പേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എഴുതി തുടങ്ങാം ഗൈസ്. 3 പീസ് ഇതാക്കണം നമുക്ക്. ഈ ഒരു പേജ് നമുക്ക് 3 ആക്കാം. ഫസ്റ്റത്തെ ചെറിയ ക്ലൂ ആണ്. ചെറുത് മീൻസ് കുറച്ചുള്ള എഴുതി, പക്ഷെ അവൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഫസ്റ്റത്തത് ഞാൻ എൻ്റെ കയ്യിലാണ് വെക്കാം. അത് ഞാൻ 2 സെയിം ഇടും. അപ്പോൾ നമുക്ക് 4 വേണം കേട്ടോ. 4 ഇടണം നമുക്ക്. ഫസ്റ്റ് ഞാൻ ഇടാം ഒരു ഹാപ്പി ബർത്ത്ഡേയും കൂടെ. നമുക്ക് ആദ്യം വിഷ് എഴുതി തുടങ്ങാം. സക്സസ്ഫുള്ളി എഴുതി കഴിഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമില്ല ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ഇപ്പോൾ ഇടണ്ടെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ക്ലൂ അവൾ ഗിഫ്റ്റ് ഇട്ടിട്ട് അങ്ങനെ അപ്പം ഇടാന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. ഡിസൈൻ തന്നെ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ അത് ഒരു വൈകി ഉണ്ടല്ലോ, അത് ഞാൻ ഡിസൈൻ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഫൈനൽ കാണിച്ചു തരാം ഗൈസ്. ഒരു വൈഡ് ഒരു നീട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അത് ഞാൻ എന്തെങ്കിലും ഫുള്ള് ഞാൻ ഡിസൈൻ ആക്കി ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ക്ലൂ മലയാളത്തിൽ കൊടുക്കാം, ബാക്കിയൊക്കെ 2 ഇംഗ്ലീഷ് ക്ലൂ ആണ്. സോ ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഇവിടെ
കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഹൈലൈറ്റർ എടുത്തു. മറ്റേതും അല്ലെങ്കിൽ പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്, പക്ഷേ വേണ്ട, ഇത് തന്നെ എടുക്കാം. ഇത് അവൾക്ക് ഇഷ്ടമല്ലാത്ത കളറാണ്. നമുക്കിത് എന്ത് ചെയ്യാം, ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഇതാക്കി കൊടുക്കാം. സോ ഹൈലൈറ്റ് ചെയ്തു. ആൻഡ് ഗിഫ്റ്റ് പാക്ക് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗിഫ്റ്റ് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല. റെഡ് പെൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഡിസൈൻ നമുക്ക് ഇതിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം, നമുക്കല്ല കേട്ടോ അവൾക്ക്. അപ്പോൾ നമ്മളിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിൽ സ്കെച്ച് ഉണ്ട്, അത് അപ്പുറത്തെ ടേബിളിൻ്റെ അടിയിലാണ്, അത് ഇനി എടുക്കണ്ടേ. സോ ഐ കുഡ് ഓക്കെ. കുറച്ച് ഹാർട്ട്സൊക്കെ വരച്ചു കൊടുക്കുകയാണ്. റെഡ് പെൻ വെച്ചിട്ട് വരക്കാം കേട്ടോ, അപ്പോൾ കൂടുതൽ കളർഫുൾ ആവട്ടെ. ഇതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്യണം. അതാണ് നെക്സ്റ്റ് ടാസ്ക് ഓഫ് അസ്. ഇതെടുക്കുന്ന പ്രതീക്ഷിക്കാം. ഞാൻ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേതിലും ഒരെണ്ണത്തിലും ഞാൻ എന്ത് ചെയ്യണം, ഇത് തന്നെയാണ് ചെയ്യണം. ഇത് ഞാൻ അതിലൊരു വേസ്റ്റ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ഗായ്സ്, ഇനി ഇത് നമുക്കിതോ ഈ കളർ കൊണ്ടിൽ ചെയ്താൽ മതി. ഈ കളർ കൊണ്ട് മതിയാവില്ല. ഇങ്ങനെ ഹൈലൈറ്റ്. അതിൽ ഒരു പേസ്റ്റൽ ബ്ലൂ ആൻഡ് ഒരു പേർപ്പിൾ ഷെയ്ഡ് കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം നമുക്ക്. അതുകൊണ്ട് ചെയ്യുന്നു. ഇതവൾക്ക് ഇഷ്ടമില്ല കളറാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതുകൊണ്ട് ചെയ്യുന്നത്. ഗൈസ്, ഇനി നമുക്ക് കുറച്ച് ഹാർട്ടൊക്കെ വരച്ച് മറ്റേത് ചെയ്ത പോലെ തന്നെ കേട്ടോ, വലിയ ചേഞ്ച് ഒന്നുമില്ല. ദെൻ നമുക്ക് ഹാർട്ടൊക്കെ വരച്ച് കൊടുക്കാം. എന്തേ ഗൈസ്, 2 ക്ലൂ. ഇതിൽ 2 എണ്ണത്തിൽ നമ്മൾ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തിരിഞ്ഞ് കാണൂല്ലോ നിങ്ങൾക്ക്. അപ്പോൾ 2 ക്ലൂവിൽ ഓരോന്നും എഴുതിയിരിക്കുന്നത്, ചെറിയ സയൻസ് ഡിഫറൻസ്. സെക്കൻഡ് ക്ലൂ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നില്ല അല്ലേ, ഗിഫ്റ്റ് കാണിച്ചു തരാം. ഞാനൊരു ബാൻഡ് പോലത്തെ ഒരു വാങ്ങി. ദെൻ സ്ക്രഞ്ച് ബ്ലാക്ക് ഇതായിട്ട് തീമായി. പിന്നെ വേറെ എവിടെ മാല വാങ്ങിയിട്ടുണ്ട് നമ്മൾ. നമുക്ക് വേറെ കുറേ പണികളുണ്ട്, അലങ്കാര പണികളുണ്ട് ഗിഫ്റ്റിൽ. നമുക്ക് ലേറ്റ് ആക്കണ്ട, നമുക്ക് സെക്കൻഡ് ക്ലൂ ആയപ്പോൾ തന്നെ എടുത്ത് എഴുതാം. ഇനി സെക്കൻഡ് ക്ലൂ അവളുടെ ഒരു പ്രിയപ്പെട്ട ഒരാളുടെയാണ് നമ്മൾ കൊടുക്കണം. സോ അത് കുറച്ചും കൂടെ. പിന്നെ പ്രിയപ്പെട്ട ഒരാളുടെയാണ് സെക്കൻഡ് ക്ലൂ കൊടുക്കുന്നത്. സ്വിച്ച് ബോർഡ് മേലായിട്ട് കേട്ടോ. സ്വിച്ച് ബോർഡ് മേലാണ് അടുത്ത ക്ലൂ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഇതിലാണ് സ്വിച്ച് ബോർഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ എഴുതുന്നത്. നെക്സ്റ്റ് വണ്ണ് ഞാൻ കാണിച്ചു കേട്ടോ. ഐ ആം ദ മോസ്റ്റ് പവർഫുൾ സ്പോർട്ട് ഇൻ ദ റൂം, ബട്ട് ഐ നെവർ ഫ്ലെക്സ് എ മസിൽ. ഇഫ് യു വാണ്ട് ടു ബി ലൈറ്റ് ഓൺ ദ മൂഡ് യു ആർ ഗെറ്റിംഗ് വാമർ. അങ്ങനെയാണ്. യെസ്, മൺഡേ ഈവനിങ്ങിലായിരിക്കും കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അവളെൻ്റെ ബ്ലോഗ് നോക്കിയിരിക്കണം തൊട്ടാ വരുന്നത് കാണാൻ, എൻ്റെ ഫാൻസ്. എന്താ ചെയ്യുക, അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, അപ്പോൾ ഒക്കെ അറിയാലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മൺഡേ വന്നിട്ട് വൈകിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ മൺഡേ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റണേ ദിസ് വ്ലോഗ്. ഞാൻ പിന്നെ എന്താണ്, ഞാൻ മൺഡേ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തായിരുന്നു അപാരതകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഇടാം. ഫൈനലി ഞാൻ അടുത്തതും ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്ലൂ. ഇനിയിപ്പോൾ സെക്കൻഡ് ഇട്ടിട്ട് ഓരോന്ന് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ 2 ക്ലൂ റെഡി. ഇനി ലാസ്റ്റ് ഒരു ക്ലൂ കൂടി ഇട്ട് ഗൈസ് നമുക്ക് ഈ പേജിൽ കൂടെ ഇടാം. ഇവിടെ അത് കുറച്ച് വലുതാണ് കേട്ടോ, നമുക്ക് ഇടാം. ഞാൻ വായിച്ചു തരാം. ഐ എം നോട്ട് എ ബോക്സ്. ഇനി ഞങ്ങൾ ഗിഫ്റ്റ് വെക്കണം മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ ടേബിളിൻ്റെ ഡ്രോയറിലാണ്. കൊളാവുന്നൊന്നും എനിക്കറിയില്ല, പറഞ്ഞു കേട്ടോ. ഐ എം നോട്ട് എ ബോക്സ് ബട്ട് ഐ എം ഫുൾ ഓഫ് സ്റ്റഫ്. ഐ ഹൈഡ് അണ്ടർ ദ സർഫേസ് വെൻ തിങ്സ് ഹാവ് എ voice but I can certainly squeak. Open me up for the treasure you seek. സോ ഇതാണ് നെക്സ്റ്റ്. ഓക്കെ, ഞങ്ങൾക്ക് ബുള്ളറ്റിൻ ബോർഡ് ചെയ്യാൻ വരും, ബുള്ളറ്റിൻ ബോർഡ് ഡെക്കറേറ്റ് ചെയ്യാൻ വരും. അപ്പോൾ ക്രിസ്മസിൻ്റെ ടോപ്പിക്കൊക്കെ കിട്ടുമ്പോൾ ഞാൻ ആദ്യം ഓർക്കും ഗിഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗിഫ്റ്റ് വരക്കണത് ഇപ്പോൾ പണി എങ്ങനെയെന്ന് കാണിച്ചു തരാം ഗൈസ്. ആദ്യം ഒരു ബോക്സ് വരയ്ക്കും, ദെൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്ലസ് വരയ്ക്കും, പിന്നെ ഒരു ബോംബ് വരയ്ക്കും. ഇങ്ങനെയാണ് ഞാൻ ഗിഫ്റ്റ് വരയ്ക്കും. ഇങ്ങനെ എങ്ങനെയല്ല, ഇപ്പോൾ ചെറുതാക്കി വരച്ചാണ്. വലുതാക്കിയിട്ട് ഞാനിങ്ങനെ ഈ ബുള്ളറ്റിൻ ബോർഡ് ഞാൻ പറഞ്ഞില്ല ഡെക്കറേറ്റ് ചെയ്യാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഗിഫ്റ്റ് വെച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ ജൂൺ തൊട്ട് തുടങ്ങുമ്പോൾ എൻവയോൺമെൻറ്റ് ഡേ, ആ ഡേ ഒക്കെ പറഞ്ഞിട്ട് കുറേ ബുള്ളറ്റിൻ ബോർഡ് ചെയ്യാനായിട്ട് വരും. ഞങ്ങൾക്ക് പ്രൈസും ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ ക്ലാസ് വൈസാണ്. അപ്പോൾ ഗൈസ് നമുക്കിനി ഹൈലൈറ്റും കൂടെ ചെയ്യാം. എല്ലാ ക്ലൂസും ചെയ്തു ഹൈലൈറ്റ് കൊണ്ട്. ഇപ്പോൾ ഇത് മാത്രം ചെയ്തില്ലെന്ന് വേണ്ട. ഓക്കെ, ക്ലൂസ് ഇതൊക്കെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്താ ക്ലൂസ്. അപ്പോൾ ഹണ്ടാണ്. സോ ട്രഷർ ഒളിപ്പിക്കുന്നത് ടീച്ചറുടെ ടേബിളിൻ്റെ ഡ്രോയറിലാണ്. ഗിഫ്റ്റ് പെട്ടിയില്ലേ. ഇനി നെക്സ്റ്റ് ഇതിൽ പാക്ക് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഇതല്ലെങ്കിൽ ഇത് ഓക്കെ ഗിഫ്റ്റ്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ കുറേ കടലാസുകളൊക്കെ ഇങ്ങനെ കീറിട്ടിടണം ഗൈസ്. പിന്നെ ഗിഫ്റ്റ് പേപ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ ഗിഫ്റ്റ് എടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി. സോ എന്നിട്ട് കാണാം നമുക്ക് ഗൈസ്. നമുക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്യാം, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഭൂമി മോൾക്കുള്ളത് പാക്ക് ചെയ്യാം. ആദ്യം നമുക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് ഇടാം.
ഐഡിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫൈനൽ ലുക്ക് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, ദെൻ സ്കെച്ച് കൊണ്ട് ഇടായിരുന്നു അല്ലേ? കുഴപ്പമില്ല. നമുക്ക് ഇവിടെ റെഡ് പെൻ പറഞ്ഞില്ല, എല്ലാം സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ട് ഗായ്സ്. അങ്ങനത്തെ തപ്പി നമുക്ക് ഒരു ചാർട്ട് പേപ്പറിൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാനത് ഇട്ടു ഉണ്ട് ഗായ്സ്. ഈ ഒരു ഇത് ഇങ്ങനെ വെക്കും. ഓക്കെ, ഇങ്ങനെ വെക്കാട്ടോ. ആൻഡ് വി ഹാവ് എ ബാൻഡ് ഇതുണ്ട് ആൻഡ് ഒരു സ്ക്രഞ്ചി. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് ഈ പേപ്പറൊക്കെ ഇട്ട് മൂന്നിടാം. ഓക്കെ, ഫൈനലി വി ഹാവ് നമ്മുടെ മൂടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക. ഇതേ റെഡിയാണ്. ഇതും തൊട്ടാണ് ഇതൊക്കെ. ഓക്കെ സെറ്റ്. ഇനി നമ്മൾ കവർ ചെയ്യട്ടോ. ഇതേ ഒരു ഗിഫ്റ്റ് ഫൈനലി സെറ്റായി കഴിഞ്ഞ് നമുക്ക് മറ്റേ കവർ ചെയ്യാൻ കൂടെ ഉള്ളൂ. നമുക്ക് അടുത്ത ഗിഫ്റ്റ് ആക്കാം. അടുത്തത് ഭൂമിയുടെ നമുക്കത് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്യാം. ഗിഫ്റ്റ് ഒരു ഇയറിങ്സ് വാങ്ങി. ഇതിൻ്റെ കവറുണ്ട്. കവറിൽ ഞാൻ കവറിൽ നിന്നിട്ട് കാണിച്ചു തന്നതാട്ടോ നമുക്ക്. രണ്ടെണ്ണം വാങ്ങി ഞാൻ ഇയറിങ്സ്. ഇതും വാങ്ങി. ഇത് വാങ്ങി നല്ല രസമില്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഒരു ട്രഡീഷണൽ ടൈപ്പ് വാങ്ങി ആൻഡ് ഇതൊരു മോഡേൺ ടൈപ്പായി. അപ്പോൾ ഞാനിത് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും എടുക്കും. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ സ്മെല്ല് ഞാൻ കാണിച്ചത്. അടിപൊളി സ്മെല്ലാട്ടോ. നമുക്ക് എല്ലാവരും മിക്കതിൽ ഉണ്ടാവും. പക്ഷേ ഞാനത് ഗിഫ്റ്റ് ആയിട്ടൊക്കെ വിചാരിച്ചു. ആൻഡ് ഇനി എന്താണ്, ഇനിയൊരു ബർത്ത്ഡേ കാർഡ്. രണ്ട് ഗിഫ്റ്റും ഇവിടെ സെറ്റാണ്. നമുക്ക് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ അതെ, പാക്ക് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ കാണിച്ചതല്ലേ നമുക്ക്. രാത്രിയില്ലേ കൊണ്ടുവന്നേ. പിന്നെ കവർ വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈക്വലാക്കി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് പാക്ക് ചെയ്യാൻ എനിക്ക് വലിയ വശമില്ല കേട്ടോ. അത്ര നേരം അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അമ്മേൻ്റെ കൊടുത്തിട്ട് അമ്മേനെ കൂടെ പാക്ക് ചെയ്തിട്ട് നമുക്ക്. ഓക്കെ, ഞാൻ പാക്ക് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ ഗൈസ് ഫൈനൽ ലുക്ക്. ഗൈസ് അപ്പോൾ ഫൈനലി ഇതേ രണ്ട് ഗിഫ്റ്റും സെറ്റായിട്ടുണ്ട് ഗൈസ്. ദേ ഇതാണ് എൻ്റെ അടുത്തിരിക്കുന്ന രണ്ട് ഗിഫ്റ്റ്, രണ്ട് പേരുടെ ഗിഫ്റ്റ് സെറ്റായിട്ടുണ്ട്. ആൻഡ് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾ പറയൂ കേട്ടോ. ഇനി നമുക്ക് അവിടെ വെച്ചിട്ട് എന്താണെന്ന് നോക്കാം. ഇതാണ് ഭൂമിക്കുള്ള ഗിഫ്റ്റ്, ഇതാണ് കൃഷ്ണയ്ക്കുള്ള ഗിഫ്റ്റ്. അങ്ങനെ രണ്ട് ഗിഫ്റ്റ് സെറ്റായിട്ടുണ്ട്. നമ്മളെ ക്ലൂസും അതെ ഇവിടെ എല്ലാം സെറ്റായിട്ട്. ഇനി സ്കൂളിൽ ക്ലാസ്സിൽ പോയിട്ട് റോൾ ചെയ്യണുള്ളൂ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ മൺഡേ ആണ് ക്ലാസ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ക്ലൂസ്. ഇതൊക്കെ ഞാൻ ഹൈലൈറ്റിങ് ചെയ്തിട്ടുണ്ട് ചൂടെ സെറ്റായി നിൽക്കാനായിട്ട്. ഇനി അതും കൂടെ റോൾ ചെയ്ത് സെറ്റാക്കണം. ആ ക്ലാസ്സിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. ആൻഡ് അവൾ നേരത്തോട്ട് വരും. അവൾ ഒരു 7:45 ഒക്കെ ആകുമ്പോഴത്തേന് എത്തും. ഞാൻ 7:55 എത്താറ്. സോ നാളെ അല്ല മറ്റന്നാൾ അതുകൊണ്ട് തന്നെ നേരത്തോടെ പോകണമെങ്കിൽ. അപ്പോൾ ഗൈസ് രണ്ട് ഗിഫ്റ്റും ഇവിടെ സെറ്റാണ്. സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് എങ്ങനെയാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം തന്നെ റിവ്യൂ ഷെയർ ചെയ്യണമായിരിക്കും കേട്ടോ. സ്കൂളിൽ പോയി വന്നതിൻ്റെ ഇത് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് മൺഡേ ഈവനിങ് ഞാനിത് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ആൻഡ് എനിക്ക് ഗിഫ്റ്റ് ഇങ്ങനെ ഇത് റാപ്പ് ചെയ്യാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അറിയില്ല മീൻസ് അതിങ്ങനെ വൃത്തിയിടാവും. അപ്പോൾ ഞാൻ അമ്മയുടെ ഹെൽപ്പ് തേടി. ഞാൻ കടയിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് തരുന്നതാണ്. പക്ഷേ കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ അമ്മനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ അമ്മ സൂപ്പറായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് ഇതുകൊണ്ട്. സോ അങ്ങനെ രണ്ട് ഗിഫ്റ്റ് ഇവിടെ റെഡിയാണ്. നമുക്ക് നോക്കാം. സർപ്രൈസാണ് കേട്ടോ. അത് അവർക്ക് അറിയത്തില്ല ഇങ്ങനെ ട്രഷർ ഹണ്ട് ഉണ്ടെന്നോ. അതൊക്കെ മൺഡേ സ്കൂളിൽ ചെന്നിട്ട് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതായിരിക്കും എന്ത് റിവ്യൂ കാണാമായിരിക്കും. അപ്പോൾ ഗൈസ് റിവ്യൂ കണ്ടിട്ട് പറയും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ റിവ്യൂ കൂടെ കണ്ടിട്ട് ഫൈനൽ പറയട്ടെ. അപ്പോൾ ഗൈസ് ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ടുഡേയ്സ് മൺഡേ കേട്ടോ. ഞങ്ങളങ്ങനെ ഗിഫ്റ്റ് പ്ലാൻ ചെയ്ത പോലെ തന്നെ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം. ആൻഡ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ക്ലൂ കിട്ടാൻ. ഫസ്റ്റ് ക്ലൂ ആയിരുന്നു ആക്ച്വലി ഈസി. പക്ഷേ ഫസ്റ്റ് ക്ലൂ അവൾക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ രണ്ട് ബാക്കി ക്ലൂ ആയിരുന്നു ആക്ച്വലി കുറച്ച് ഹാർഡ്. പക്ഷേ അത് അവൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ടോട്ടൽ നമ്മൾ 3 ക്ലൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ക്ലൂസാണ് വെച്ചിരുന്നത്.
ആൻഡ് അങ്ങനെ അവൾ ഫൈനലി അവൾ ഭയങ്കര എന്താ പറയുക ഞെട്ടി, ഭയങ്കര ഹാപ്പി ആയിട്ടോ, എക്സൈറ്റ്മെൻറ്റും ഇതും ഇതൊക്കെ ആയിട്ട് അതിന് താങ്ക് യു കെട്ടിപ്പിടിച്ച് ഭയങ്കര ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളും ഹാപ്പി, ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവാം. അങ്ങനെ ഞാനും ഹാപ്പിയായി ആൻഡ് ഫീലിംഗ് സോ. അപ്പോൾ അതാണ് ഉണ്ടായത്. ആക്ച്വലി എന്ന് പറയുന്നത് ഞങ്ങൾ ബ്രേക്കിനായിരുന്നു അവൾക്ക് ഫസ്റ്റ് ക്ലൂ. ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കിന് ഞങ്ങളിങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നടക്കാൻ പോകുന്നുണ്ടോ. അപ്പോൾ നടക്കാൻ പോയപ്പം ഞാൻ എന്ത് ചെയ്തു, അവളുടെ കയ്യിൽ കൊടുത്തു. എന്താ ഞാൻ ഓടി വന്നിട്ട് എനിക്കൊരാൾ തന്നേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തു. ആൻഡ് ദെൻ എന്ത് ചെയ്തു, അവളെനിക്ക് ഞാൻ ചോദിക്കട്ടെ എന്നോട് ഇതാര് തന്നതാടി, ഇത് എന്തുട്ടാണ്. അപ്പം എനിക്കത് പറയാൻ പറ്റില്ല, എനിക്ക് തന്നെ ചെയ്തു എന്നിട്ട് സഹിക്കാൻ പറ്റേണ്ടതില്ല, എന്തുട്ട് അവിടെ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ എന്താക്കി പറഞ്ഞാൽ വേഗം അങ്ങോട്ട് പോയി വേറെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി. അവളങ്ങനെ കണ്ടുപിടിച്ച് കുറേ പേരോട് ക്ലാസ്സിൽ നിന്നിങ്ങനെ ഇറങ്ങി ഗ്രൗണ്ടിൽ ഇങ്ങനെ നടക്കണ്ടായല്ലോ, കുട്ടികൾ ബെല്ലടിച്ചല്ലോ ബ്രേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ കുട്ടികൾ അറിയുന്നവരോട് നിന്നിട്ടുണ്ടല്ലോ ഒരാളുടെ കൊടുത്തേക്കായിരുന്നു ഞങ്ങൾ ഫസ്റ്റത്തെ ക്ലൂ കേട്ടോ. അതായത് ഫസ്റ്റ് ക്ലൂ വേറൊരാളുടെ കയ്യിലാണ്, അങ്ങനത്തെ ഒരു ഇതിൽ. അങ്ങനെയുള്ള ഫൈലെല്ലാം കണ്ടുപിടിച്ചു, എല്ലാം ടപ്പ് ചെയ്തു. പിന്നെ പറഞ്ഞാൽ സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ വെച്ചു. പിന്നെ അത് അവൾക്ക് വേഗം മനസ്സിലായി, അതൊക്കെ ഞാൻ ഇംഗ്ലീഷിലായിരുന്നു എഴുതിയത്. ദെൻ ലാസ്റ്റത്തത് ഞാൻ പറഞ്ഞ പോലെ ടീച്ചറുടെ ടേബിളിൻ്റെ ഇതിലായിരുന്നു മെയിൻ ട്രഷർ നമ്മൾ ഗിഫ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനവിടെ രാവിലെ ചെന്ന് നോക്കിയപ്പം ടീച്ചറുടെ ടേബിളുമ്പോൾ ഡ്രോയറും ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ടീച്ചറിൻ്റെ മെയിൻ ടേബിളുമ്പോൾ ഡ്രോയർ ഉണ്ടെങ്കില്ല. സോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തല്ലോ, പിന്നെ ഇവിടെ വെക്കും, വേറെ ക്ലാസ്സിലും കൊണ്ട് വെക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഫൈനലി ഞാൻ എന്ത് ചെയ്തു, എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ബോയ്സിൻ്റെ സൈഡിലിരിക്കണ ആ ഒരു ലാസ്റ്റ് ബെഞ്ചിൽ ഒരു ബെഞ്ചിൽ മാത്രം ഇങ്ങനെ ഡ്രോയർ പോലെ താഴെ ബുക്സൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയൊരു ഇതുണ്ട്. അത് ആ ഒരു ഡെസ്കിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ബ്രേക്കിന് അവിടെ വേഗം കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ടാണ് അവളുടെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവളുടെ ഫസ്റ്റ് ക്ലൂ ഞാൻ കൊണ്ടു കൊടുത്തത്. അപ്പോൾ ഗായ്സ് ഇത്രയുള്ള ബാങ്ക് കേട്ടോണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഈ ഒരു ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇതിന്ന് പറയുന്ന കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഇനി ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയാസൊക്കെ കൊണ്ടുവരാൻ നോക്കിട്ടോ. വെറുതെ കൈ കൊണ്ട് കൊടുക്കണ്ട. ഇങ്ങനത്തെ ഒക്കെ ട്രഷർ ഹണ്ടില്ലേ, അതാണ് നമ്മളിപ്പോൾ ബേസ് ചെയ്ത് അതുപോലെയൊക്കെ നല്ല ഇതാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒന്നും കൂടെ ഹാപ്പി ആയിരിക്കും. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നേക്കപ്പോഴേക്കും ബൈ.